അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മാത്രമല്ല MP രാജേഷും P രാജീവും ഒക്കെ കുറച്ച് സഭ്യമായിട്ടാണ് ഗവർണറെ കുറിച്ച് പരാമർശിച്ചത്. മറ്റു പല മന്ത്രിമാരും അതിരുകൾ കടന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മരുമകൻ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ ഉറക്കം വരുന്നു, ഷട്ട് യുവർ ബ്ലഡി മൗത്ത് എന്നാണ് പറയേണ്ടത്. അത് പറയാത്തത് ഞങ്ങൾക്ക് ഗവർണറോട് ബഹുമാനമുള്ളത് കൊണ്ടാണ് എന്ന്. അപ്പൊ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. മാത്രമല്ല ഇന്നലെയൊക്കെ ആയിട്ട് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും SFIക്കാർ ഉയർത്തിയിട്ടുള്ള ബാനറുകൾ, അതിന്റെ ഭാഷ ഇപ്പൊ വിഖ്യാതമായ എറണാകുളത്തെ മഹാരാജാസ് കോളേജ് എത്രയോ കൊല്ലത്തെ ചരിത്രമുള്ള, എത്ര വലിയ പൈതൃകമുള്ള, എത്ര വലിയ പാരമ്പര്യമുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഉയർത്തിയിട്ടുള്ള ഫ്ലെക്സ്, ആ ഫ്ലെക്സ് അല്ല, ബാനറിലെ വാചകം നമുക്കിവിടെ ചർച്ചയിൽ പറയാൻ പറ്റില്ല. അത്രയും നീചമായ ഭാഷയിലാണ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പഠിപ്പിച്ചിരുന്ന കോളേജിലാണ്. ഇംഗ്ലീഷിലുള്ള ഒരു ഗംഭീരമായ ബാനർ തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിന്റെ മുമ്പിലാണുള്ളത്. അതിന്റെ വാചനം ഏതാണ്ട് ഈ രീതിയിലാണ്: യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നാണ്. വിനുവിന് കാര്യം മനസ്സിലായി. ഡാൽ എന്ന് വെച്ചാൽ ഈ വടക്കേ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന പരിപ്പാണ്, പരിപ്പ് കറി. ഇവർക്ക് ഈ പരിപ്പിന്റെ ഇംഗ്ലീഷിലുള്ള വാക്കാർക്കില്ല. കേരളവർമ്മ കോളേജിൽ നമ്മുടെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾക്ക് യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് എന്നുള്ളതിന്റെ മലയാളത്തിലെ അർത്ഥം, അല്ലെങ്കിൽ മലയാളത്തിന്റെ ഇംഗ്ലീഷ് തന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ്. എങ്ങനെയുണ്ട്? സെൻകുമാർ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത്, എനിക്കറിയില്ല. അതേ തൃശ്ശൂർക്കാരനാണ്. ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത്. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ഇംഗ്ലീഷിന്റെ നിലവാരം. അത് ടീച്ചറുടെ ഇംഗ്ലീഷ് പ്രസിദ്ധമാണല്ലോ. വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞ ടീച്ചറാണ്. അപ്പൊ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ ഇംഗ്ലീഷ് ഏതാണ്ട് രീതിയിലായിരിക്കും.